ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു പി.വി. മറിയമ്മ സാർ. ഈ പി.വി. എന്ന് ഇനിഷ്യൽ ചേർത്ത് അറിയപ്പെടാൻ കാരണം ടീച്ചറിൻ്റെ അതേ പേരുള്ള മറ്റൊരു അധ്യാപിക കൂടി അന്ന് ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ടീച്ചറിൻ്റെ പ്രത്യേകത വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറുകളിൽ ചെറിയ പ്രിൻറ്റുകളുള്ള കോട്ടൺ സാരികളായിരുന്നു സ്ഥിരമായി ധരിച്ചു വന്നിരുന്നത്. നല്ല ഇറക്കത്തിൽ തയ്ച്ച ബ്ലൗസും ഭംഗിയായി ഞൊറിഞ്ഞു കൊടുത്ത കോട്ടൺ സാരിയും ടീച്ചറിൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ തന്നെയായിരുന്നു. വളരെ മിനിമൽ ആഭരണങ്ങളെ ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ചുരുണ്ട തലമുടി ഒതുക്കത്തിൽ മാടി പുറകെ കെട്ടിവെച്ചിട്ടുണ്ടായിരിക്കും. ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ എന്തോ ഒരു ദിവ്യപ്രകാശം, ഒരു പോസിറ്റീവ് ഓറ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ഞാൻ മായാപിള്ള. വെൽക്കം ടു മായാസ് മൈൻഡ് ടോക്ക്. ഒരു അധ്യാപികയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, അവരുടെ അപ്പിയറൻസ്, മെസ്മറൈസിങ് പേഴ്സണാലിറ്റി തൻ്റെ വിദ്യാർത്ഥിനിയുടെ മനസ്സിൽ 46 വർഷങ്ങൾക്കിപ്പുറവും ഇത്രയും തെളിവോടെ മികവോടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാരെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും അതുതന്നെയാണ്, വ്യക്തിത്വ രൂപീകരണത്തിൽ വസ്ത്രധാരണത്തിൻ്റെ പങ്ക്. പല സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒതുക്കത്തിൽ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നും. സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഒരു മൊമെൻറ്റോ തന്നിരുന്നു. ആ മൊമെൻറ്റോയിൽ ഒരു ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട് എൻ്റെ. ഇന്ന് രാവിലെ ഞാൻ അതിലൊരു ഉമ്മ കൊടുത്തു. ബിക്കോസ് ഐ ലവ് സോ മച്ച് ആൻഡ് ഐ റെസ്പെക്റ്റ് സോ മച്ച് മൈസെൽഫ്. എന്ന് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുന്നോ അന്ന് മുതൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ റോക്കറ്റ് പോലെ ഉയർന്നു തുടങ്ങും. മറ്റുള്ളവരോട് ഒരു സങ്കോചമില്ലാതെ സംസാരിക്കാനും ഇടപഴകാനും ഏത് വേദിയിലും ആരോടൊപ്പം വേദി പങ്കിടാനും ആ വേദിയിൽ 2 വാക്ക് സംസാരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു ധൈര്യം കൈവരും. ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും, സോഷ്യൽ അക്സെപ്റ്റൻസ് ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ തക്ക മാജിക്കൽ പവറുണ്ട് വസ്ത്രധാരണത്തിന്. നാം അറിയാതെ നമ്മുടെ വസ്ത്രങ്ങൾ മറ്റുള്ളവരോട് സംവദിച്ചുകൊണ്ടിരിക്കും. നാം ആരാണെന്ന്, നമ്മുടെ ചിന്തകൾ എന്താണെന്ന്, ജീവിതത്തോടുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന്. 25 വർഷമായി ഞാൻ ഹൈനെക്ക് ബ്ലൗസ് പാറ്റേൺ ആണ് ഉപയോഗിച്ചു വരുന്നത്. അതിൽ തന്നെ വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം പ്രധാന റോൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഏതൊരു ഫംഗ്ഷനിലേക്കും ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കാൾ നമ്മുടെ കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുക. ഉദാഹരണം, എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം അത് ഏതാണ്ട് 10 വർഷത്തിന് മുന്നേ ആയിരുന്നു. അന്ന് മറ്റുള്ളവരുടെ ഉപദേശം കേട്ടിട്ട്, അതായത് പയ്യൻ്റെ അമ്മയാണ് കുറച്ചൊന്ന് കളർഫുള്ളാകണം, ഞാൻ അന്ന് വരെ ഉപയോഗിക്കാത്ത ഒരു കളർ പാറ്റേണിലുള്ള ഒരു സാരി സെലക്ട് ചെയ്തു. ഒട്ടും ഞാൻ കംഫർട്ടായിരുന്നില്ല ആ ഒരു ചടങ്ങിൽ. ബിക്കോസ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, നമ്മുടെ സ്വത്വം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ്. അപ്പോൾ ഇത് ഓർമ്മയുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ 2ാമത്തെ മകൻ്റെ വിവാഹത്തിന് ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോൾ സെയിൽസ് ഗേൾസ് പല കളറിലും പാറ്റേണിലും ഒക്കെയുള്ള പട്ടുസാരികൾ എടുത്ത് ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അവരോട് ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു, ഞാനിപ്പോൾ വരാം. ആ ഷോപ്പിലെ തന്നെ മെറ്റീരിയൽ ഡിവിഷനിൽ പോയിട്ട് 5.5 മീറ്റർ ടസർ സിൽക്ക് മെറ്റീരിയൽ സാരിക്കായും അതിന് ചേരുന്ന ഒരു ബ്ലൗസും മുറിച്ച് വാങ്ങി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തയ്ച്ച് വെയർ ചെയ്തപ്പോൾ കിട്ടിയ ഒരു മനസ്സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വിലയ്ക്കുള്ള ഡ്രസ്സ് വാങ്ങി ധരിച്ചാലേ കോൺഫിഡൻസ് കിട്ടൂ, അല്ലെങ്കിൽ നമുക്ക് സുന്ദരനും സുന്ദരിയൊക്കെ ആകാൻ പറ്റൂ എന്നുള്ള ധാരണയും തെറ്റാണ്. കാരണം ഞാൻ അന്ന് ആ വിവാഹത്തിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ട് ആ ഷോപ്പിൽ നിന്ന് തന്നെ 300 രൂപ മീറ്ററിന് വിലയുള്ള സാറ്റിൻ മെറ്റീരിയൽ ഒരു 6.25 മീറ്റർ സാരിക്കും ബ്ലൗസിനുമായി മുറിച്ച് വാങ്ങി അതിന് ചേരുന്ന ഓവർ കോട്ടിന് വേണ്ടിയിട്ടുള്ള 2.5 മീറ്റർ മെറ്റീരിയലും മുറിച്ച് വാങ്ങിയിട്ട് അത് തയ്ച്ച് ഫംഗ്ഷന് വെയർ ചെയ്തപ്പോൾ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനല്ലേ, ഇയാൾക്കൊരു നല്ല സാരി വാങ്ങരുതായിരുന്നോ എന്ന് കുറ്റപ്പെടുത്തിയ എൻ്റെ ഹസ്ബൻഡും ഇത് കൊള്ളാം, ഇയാൾക്ക് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയൊരു അപ്രീസിയേഷൻ ഇല്ലായിരുന്നു. വസ്ത്രധാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ 5 ടൈപ്പായിട്ട് തിരിക്കാം. 5 ടൈപ്പ് ഫാഷൻ പേഴ്സണാലിറ്റീസാണ്. അതായത് ക്ലാസിക്, നോർമൽ, ക്രിയേറ്റീവ്, ഡ്രമാറ്റിക് ആൻഡ് റൊമാൻറ്റിക് പേഴ്സണാലിറ്റീസ്. അതിൽ ക്ലാസിക് പീപ്പിളിലേക്ക് വന്നാൽ ഇവരെപ്പോഴും കാഴ്ചയിലെ എലഗൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. തുണിയുടെ ക്വാളിറ്റിക്കോ അല്ലെങ്കിൽ അതിൻ്റെ കട്ടിങ്ങിനോ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷനിലോ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അവരുടെ ബോഡി ടൈപ്പിനനുസരിച്ച് പെർഫെക്റ്റ് മാച്ചായിരിക്കണം അവരുടെ ഡ്രസ്സ് എന്നുള്ളത് പിടിവാശിക്കാരാണ്. ഒരിക്കലും ഫാഷന് പുറകെ പോകുന്നവരല്ല. ഈ പരമ്പരാഗതമായ കൺവെൻഷണൽ രീതിയിലുള്ള സ്ട്രൈപ്സ് ഡിസൈൻസൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ ബ്ലാക്ക്, ആഷ് കളറിലൊക്കെ ഇവർ കംഫർട്ടബിളായിരിക്കും. സിൽക്ക്, കോട്ടൺ, വൂൾ മെറ്റീരിയൽ ആണ് ഇവർക്ക് കൂടുതലും കംഫർട്ടായിട്ടുള്ളത്. ഇവരുടെ വാർഡ്രോബിൽ മനോഹരങ്ങളായ ഉന്നത ശ്രേണിയിലുള്ള വസ്ത്രങ്ങളായിരിക്കും. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
പ്രായത്തിൻ്റെ ഗ്രേസിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷണൽ സ്റ്റൈലായിരിക്കും ഇവർ ഫോളോ ചെയ്യുക. അതുപോലെ ഇവർക്ക് ഇവരുടേതായ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാകും. ആക്സസറീസ് സെലക്ട് ചെയ്യുന്നതിനും ഇവർ ശ്രദ്ധാലുക്കളായിരിക്കും. ഇവരുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഷൂ, പിന്നെ ബാഗ്, പേഴ്സ്, അതുപോലെ സ്പെക്സോ ഒക്കെ സെലക്ട് ചെയ്യാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ദെൻ നോർമൽ ടൈപ്പ് പേഴ്സണാലിറ്റീസിലേക്ക് വരാം. ഈ നോർമൽ ടൈപ്പ് പേഴ്സണാലിറ്റീസ് എപ്പോഴും കംഫർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതായത് ഈസിയായി ധരിക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഡ്രസ്സായിരിക്കും ഇവർ സെലക്ട് ചെയ്യുക. സ്റ്റൈലിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കാലിറ്റിക്കായിരിക്കും ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കോട്ടൺ, ഡെനിം, വൂൾ മെറ്റീരിയലൊക്കെ ഇവർക്ക് ഇഷ്ടമായിരിക്കും. പേസ്റ്റൽ കളേഴ്സ് ആയിരിക്കും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുക. ദെൻ ഇവരുടെ വാർഡ്രോബിൽ സിമ്പിളായിട്ടുള്ളതും ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ളതുമായ ഡ്രസ്സിൻ്റെ ശേഖരമായിരിക്കും. അതായത് ജീൻസ്, ജോഗേഴ്സ്, കാഷ്വൽ ടീഷർട്ട്സ് എന്നിവ. ഇവർ എപ്പോഴും സൗഹൃദം ഇഷ്ടപ്പെടുന്നവരാണ്. വലിയ ആർഭാടമില്ല, അതായത് തിളക്കമോ ആർഭാടമോ ഒന്നും ഇഷ്ടപ്പെടാത്ത ഈ കൂട്ടർക്ക് ഒരു വിവാഹ സ്ഥലത്ത് നിന്നും അത്യാവശ്യത്തിന് ഒരു മരണ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു ചമ്മലില്ലാതെ പോകാൻ പറ്റും. അതായത് മറ്റ് ഡ്രമാറ്റിക് പേഴ്സണാലിറ്റീസോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വീട്ടിൽ വന്നൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുറച്ച് സിമ്പിളായിട്ട് പോകാമെന്ന് ധരിക്കുന്ന ഒരു സമയത്ത് ഇവർക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യത്തിന് പോകാൻ പറ്റും. ദെൻ നമുക്ക് ക്രിയേറ്റീവ് ടൈപ്പ് പേഴ്സണാലിറ്റീസിലേക്ക് വരാം. ക്രിയേറ്റീവ് ടൈപ്പ് ഫാഷൻ പേഴ്സണാലിറ്റീസ് എപ്പോഴും അവരുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടായിരിക്കും ഈ ഡ്രസ്സിങ് സ്റ്റൈലിനെ കാണുക. പല കളേഴ്സ്, പാറ്റേൺസ്, ടെക്സ്ചേഴ്സ് ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. പരീക്ഷണങ്ങൾക്ക് ഇവർക്ക് വളരെ തൽപരരായിരിക്കും. അതുപോലെ ഇവരുടെ വസ്ത്രശേഖരം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഗാലറി പോലെ ആയിരിക്കും ഇവരുടെ വാർഡ്രോബിൽ. അതുപോലെ എന്ത് ഒരു ഡ്രസ്സിൻ്റെ ഐഡിയ ഇവരുടെ മനസ്സിൽ തോന്നിയാലും അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് എത്ര ഷോപ്പിൽ കയറി ഇറങ്ങാൻ ഇവർക്കൊരു മടിയുമില്ല. അതായത് റീറ്റെയിൽ ഷോപ്പുകളിൽ, ഓൺലൈൻ ഷോപ്പുകളിൽ, അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ഡ്രസ്സസ് കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങാൻ ഇവർക്ക് മടിയില്ല. ബിക്കോസ് ദേ എൻജോയ് ഷോപ്പിംഗ്. ഇനി നമുക്ക് ഡ്രമാറ്റിക് ഫാഷൻ പേഴ്സണാലിറ്റീസിലേക്ക് വരാം. ഈ ഡ്രമാറ്റിക് ഫാഷൻ പേഴ്സണാലിറ്റീസിൻ്റെ വാർഡ്രോബിൽ നിറയെ നാടകീയത നിറഞ്ഞ ഡ്രസ്സുകളായിരിക്കും. ഇവർ അറ്റൻഷൻ സീക്കേഴ്സാണ്. ഇവർക്ക് എവിടെ നിന്നാലും ശ്രദ്ധ കിട്ടും. ഏത് ക്രൗഡിനിടയിൽ ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും ഇവർ ധരിക്കുക. അതുപോലെ ഇവരുടെ അക്സസറീസിലും അതിൻ്റേതായ പ്രത്യേകതകൾ കാണാം. ഹൈ ഫാഷൻ ഫോളോവേഴ്സാണ്. വലിയ വലിയ ഇൻ്റർനാഷണൽ ഫാഷൻ ഷോകളിലേക്കുള്ള പിന്നെ ഫാഷൻസ് ഇവർ ചൂടോടെ തന്നെ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഫിയർലെസ് ആണ്. ഇവർക്ക് ഭയമില്ല. വളരെ ബോൾഡായിരിക്കും. ബോൾഡ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും. ഇനിയും റൊമാൻറ്റിക് ടൈപ്പിലേക്ക് വന്നാൽ, ഈ റൊമാൻറ്റിക് ടൈപ്പ് പീപ്പിൾ എപ്പോഴും യുക്തിയേക്കാൾ കൂടുതൽ വികാരത്തിന് അടിമപ്പെടുന്നവരാണെന്നാണ് പറയപ്പെടുന്നത്. സ്ത്രൈണ സ്വഭാവക്കാരായിരിക്കും. ഒഴുകിക്കിടക്കുന്ന വസ്ത്രങ്ങളിൽ ഇവർ കൂടുതൽ കംഫർട്ടായിരിക്കും. അതായത് സോഫ്റ്റ് സിൽക്ക്, ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽസൊക്കെ ഇവർക്ക് പ്രിയമാണ്. പേസ്റ്റൽ കളേഴ്സ് ആയിരിക്കും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുക. ഫ്രില്ല്, ലെയ്സൊക്കെ വെച്ച ഡ്രസ്സുകൾ, അതുപോലെ ആക്സസറീസ് ആയിട്ട് ബോസ്, പേൾസ് ഇതൊക്കെ ധരിക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ഇനി നിങ്ങൾ ഏത് ടൈപ്പ് ഫാഷൻ പേഴ്സണാലിറ്റീസോ ആയിക്കോട്ടെ, നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക. ചുണ്ടിലൊരു പുഞ്ചിരി കൂടി ഉണ്ടെങ്കിൽ യു വിൽ ബി ദ റോക്കിംഗ് സ്റ്റാർ.